താമരശ്ശേരി ചുരത്തിലുണ്ടായിട്ടുള്ള ഗതാഗത സ്തംഭനം എന്ന വാർത്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ചുരത്തിൽ തുടർച്ചയായ മൂന്നാം ദിവസവും മണ്ണിടിച്ചിലുണ്ടായതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പാറക്കഷ്ണങ്ങൾ റോഡിലേക്ക് പതിച്ചതോടെ ചുരം റോഡ് വീണ്ടും അടയ്ക്കുകയും ചെയ്തു. ലക്കിടിയിലും അടിവാരത്തും നിരവധി യാത്രക്കാരാണ് ഇന്ന് ഇതുമൂലം കുടുങ്ങിയത്. ചുരം റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് വൈകും എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ചുരം 9ാം വളവിന് സമീപത്തെ വ്യൂ പോയിന്റിനോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ശക്തമായ മഴയിൽ മണ്ണും പാറക്കഷ്ണങ്ങളും മരങ്ങളും താഴേക്ക് പതിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. റോഡ് ഗതാഗത യോഗ്യമാക്കിയതിന് തൊട്ടുപിറകെയാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇതോടെ ഗതാഗതം വീണ്ടും നിലച്ചു. ചുരം 1ാം വളവ് മുതൽ അടിവാരം വരെയും ലക്കിടി മുതൽ വൈത്തിരി വരെയും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയവർ ഉൾപ്പെടെ റോഡിൽ കുടുങ്ങി. രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വൃത്തിയായി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് മഴ പെയ്യുകയും ആ മഴയിൽ ഭയങ്കരമായ ഇടിച്ചിലും ഭയങ്കര ശബ്ദത്തോടു കൂടിയുള്ള ഇടിച്ചിലാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലവെള്ളം വളരെ ഒരു കറുത്ത രൂപത്തിലായിട്ടുള്ള വെള്ളപ്പാച്ചിലുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നുണ്ടെങ്കിലും വീണ്ടും മണ്ണിടിയുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മുമ്പേ ഉണ്ടായിട്ടുള്ളത് ഒരു ബുദ്ധിമുട്ടേറിയ സൗണ്ടോട് കൂടിയിട്ടുള്ള മരവും, അതുപോലെ വലിയ മരമല്ല, ചെറിയ മരവും പാറകളും മണ്ണും വെള്ളവും എല്ലാം കൂടി ഒന്നിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ കോഴിക്കോട് ജില്ലാ കളക്ടർ അദ്ദേഹമാണ് ഇതിൻ്റെ ഈ വഴിയുടെ ചുമതലക്കാരൻ, DDMA എന്ന രീതിയിൽ. അദ്ദേഹം ഉൾപ്പെടെ ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന ആളുകൾ വന്ന് അടിയന്തരമായി വയനാടിനെ ഒറ്റപ്പെടുത്താതെ അടിയന്തരമായി ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് ഈ സേഫ്റ്റി മെഷേഴ്സ് മുഴുവനെടുത്ത് നടപടി സ്വീകരിക്കണം. അതിനുവേണ്ട വളരെ സീരിയസ് ആയിട്ടുള്ള നടപടിയാണ് ആവശ്യം. ഗതാഗതം എപ്പോൾ പൂർണ്ണതോതിലാകുമെന്ന് വ്യക്തമല്ല. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്നവർ കുറ്റ്യാടി ചുരം വഴി പോകണമെന്നും മലപ്പുറത്തു നിന്നുള്ളവർ നാടുകാണി ചുരം വഴി യാത്ര ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് വൈകും. ബദൽ പാതകൾ ഉപയോഗിക്കുകയേ മാർഗമുള്ളൂ. താമരശ്ശേരിയിൽ നിന്ന് ജയൻ കല്യാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.